മടിയിൽ കനമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് പാർട്ടിക്കാരിങ്ങനെ ഭയപ്പെടുന്നത്? അല്ല, മടിയിൽ കനമുണ്ട്. മടിയിൽ കനമുണ്ട്, കൈകൾ ശുദ്ധമല്ല. ഇത് രണ്ടുമല്ല. ഈ പിണറായി വിജയൻ ഈ പറയുന്ന രണ്ടിൽ ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ ഇപ്പൊ എനിക്ക് സത്യത്തിൽ മനസ്സിലാവുന്ന റെയ്ഡ് നടത്തി. ഇയാൾ എന്തിനത്ര ഭയപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ്? ഒരു റെയ്ഡ് നടത്തി കഴിഞ്ഞാൽ ഇയാളുടെ മാനമെല്ലാം ഇല്ലാണ്ടായി പോവോ? ഒന്നും ഇല്ലാണ്ടായി പോവില്ലോ. ആകാശം ഇടിഞ്ഞൊന്നും വീടില്ലല്ലോ. ഇയാളുടെ രാഷ്ട്രീയ ജീവിതത്തിന് അന്ത്യമൊന്നും കുറിക്കാൻ പോകുന്നില്ലല്ലോ. അതൊന്നുമില്ല. ഇതൊരു ഇലക്ഷൻ പരാജയത്തെക്കാളും വളരെ വളരെ ചെറുതാണ് ഇ ഡിയുടെ റെയ്ഡ് എന്നൊക്കെ പറഞ്ഞാല്. ഈ പറയുന്ന റെയ്ഡിന് സത്യത്തിൽ ഇയാൾക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഭയപ്പെടുന്നുണ്ട് എങ്കിൽ എന്തൊക്കെയോ ഇദ്ദേഹത്തിന് മറച്ചു വെക്കാനുണ്ട്. അതുകൊണ്ടാണ് ഇപ്പൊ നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. അവിടെ റെയ്ഡ് നടത്തുന്നു. റെയ്ഡ് നടത്തുന്ന തിരിച്ചു വരുന്ന ഉദ്യോഗസ്ഥന്മാര്, ആ ഉദ്യോഗസ്ഥന്മാരെ തടയാൻ ശ്രമിക്കുന്നു. അവര് കാറിനെ ചില്ലടിച്ചു പൊളിക്കുന്നു. ഇത്തരം പ്രാകൃതമായിട്ടുള്ള രീതിയിലുള്ള അക്രമ പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെന്താ കാരണം? കാരണം ഇദ്ദേഹത്തിന് പിണറായി വിജയൻ എന്തൊക്കെയോ മറച്ചു വെക്കാനുണ്ട്. അദ്ദേഹത്തിന്റെ മടിയിൽ നല്ല കനമുണ്ട്. അദ്ദേഹത്തിന്റെ കൈകൾ ശുദ്ധമല്ല എന്ന് അദ്ദേഹം തന്നെ സമ്മതിക്കുകയാണ്. അങ്ങനെ ശുദ്ധമാണെന്ന് അദ്ദേഹം സമ്മതിക്കുകയാണെങ്കിൽ അദ്ദേഹം ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്കറിയാലോ, ഇന്ത്യയുടെ ചരിത്രത്തില് നിരവധി ആളുകളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പഴയ കാലത്ത് ജയലളിത അവിടെ തമിഴ്നാട്ടിൽ മുഖ്യമന്ത്രിയായിരുന്നു. അവരെ അറസ്റ്റ് ചെയ്തല്ലോ. എന്തുണ്ടായത്? ഒന്നും ഉണ്ടായില്ല. തമിഴ്നാട്ടിലൊന്നും ഉണ്ടായില്ല. അതേപോലെ തന്നെ കരുണാനിധിയെ അറസ്റ്റ് ചെയ്തു. കരുണാനിധി പറഞ്ഞ് കടവുളെ കാപ്പാത്തുന്നു എന്ന് പറഞ്ഞിട്ട് ഉറക്ക നിലവിളിക്കുന്ന ചിത്രം നമ്മൾ കേട്ടിരുന്നു. അല്ലാതെ ഒന്നും ഉണ്ടായില്ല. അതേപോലെ തന്നെയായിരുന്നു കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്നു ചിദംബരം. ചിദംബരത്തിന് വീട്ടിലേക്ക് കടന്നു ചെന്നത് സാധാരണ രീതിയിൽ കാറ് വെച്ചിട്ടുള്ള ഇറക്കുന്നത്. ആ വീടിന്റെ ഗേറ്റ് പൂട്ടിയിരിക്കുന്നതിന്റെ പേരിൽ ഗേറ്റ് ചാടിക്കടന്ന് അകത്ത് കിടന്നിട്ടാണ് റെയ്ഡ് നടത്തിയത്. പഴയ ഹോം മിനിസ്റ്ററാണ്. പക്ഷെ അദ്ദേഹം തടഞ്ഞില്ല അതിനെക്കുറിച്ച്. അദ്ദേഹം ഗേറ്റൊക്കെ പൂട്ടിയിരുന്നുള്ളത് ശരിയാണ്. ആ ഗേറ്റ് പൂട്ടിയിരുന്ന ചിദംബരത്തിന്റെ വീട്ടിലേക്ക് പോലും പോലീസ് എത്തിയ സമയത്ത്, ഇ ഡിക്കാരെത്തിയ സമയത്ത് അദ്ദേഹം അതിനെ സാധാരണ രീതിയിൽ നേരിട്ടു. അല്ല, ഈ ഇപ്പൊ പെട്ടെന്ന് ഓർമ്മ വരുന്നത് എന്താണ് നമ്മുടെ ബിനീഷ് കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ. അയാളെ ഇത്തരത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യാൻ വന്നപ്പോ പിണറായിയുടെ ഒരു പ്രതികരണം നമുക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ജോലിയാണല്ലോ ചോദ്യം ചെയ്യുക എന്നുള്ളത്. എനിക്കിപ്പം പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. അവരുടെ കയ്യിൽ എന്തെങ്കിലും വിവരം ഉണ്ടോ, അതിന്റെ അടിസ്ഥാനത്തിലാണ് വന്നതെന്നാണ് അദ്ദേഹം പ്രതികരിച്ചത്. അതാണ് ശരിക്കും നമ്മൾ താരതമ്യപ്പെടുത്തുന്ന നല്ല വിഷയമാണ്. കാരണം അത് ആ സമയത്ത് അവര് നേരിട്ട രീതി കമ്മ്യൂണിസ്റ്റ് രീതിയാണ്. അവർ ആ സമയത്ത് കുട്ടികളെ മുൻനിർത്തി ഷാജു ഖാനൊക്കെ അതിനകത്ത് ന്യായീകരണ തൊഴിലാളികളുടെ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. അന്നയാള് ഈ ബാലാവകാശ കമ്മീഷൻ മെമ്പറോ ചെയർമാൻ എന്തൊക്കെയായിരുന്നു. ഈ പറയുന്ന ആളൊക്കെ ന്യായീകരണ തൊഴിലാളികളായിട്ട് പിണറായി മാത്രം വന്നില്ല. കാരണം പിണറായി വിജയനെ സംബന്ധിച്ച് എക്കാലത്തും കോടിയേരി ബാലകൃഷ്ണനോടും കുടുംബത്തിനോടുള്ള ഒരു കടുത്ത ശത്രുത അദ്ദേഹത്തിനുണ്ട്. അതിന് മാത്രമല്ല, നമ്മളിപ്പോ ഇത്തവണ തെരഞ്ഞെടുപ്പ് നോക്ക്. ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ സമയത്ത് ടി.കെ. ഗോവിന്ദൻ ആരുടെ വീട്ടിലേക്ക് ആദ്യം പോയത്? കോടിയേരി ബാലകൃഷ്ണന്റെ വീട്ടിലാണ് വിളിച്ച്. കോടിയേരി ബാലകൃഷ്ണൻ ഭാര്യയായിട്ട് സംസാരിച്ചു. അതിനുശേഷം അദ്ദേഹം വീട്ടിലെ ഭാര്യ സമേതനായിട്ട് അദ്ദേഹം ചെന്നു. അവർ തമ്മിൽ സംസാരിച്ചു. എന്ന് വെച്ചാൽ കോടിയേരി ബാലകൃഷ്ണനുമായിട്ട് ഈ പറയുന്ന ടി.കെ. ഗോവിന്ദനും അതിനെ പയ്യന്നൂരിലെ കുഞ്ഞികൃഷ്ണയൊക്കെ നല്ല ആത്മബന്ധമുണ്ട്. മറിച്ച് പിണറായി വിജയനായിട്ട് യാതൊരു ബന്ധമില്ല. ഇന്നിപ്പോ പിണറായി വിജയൻ അടങ്ങുന്ന ആളുകളുടെ ഒരു ഗ്രൂപ്പാണ് ഈ പറയുന്ന കണ്ണൂർ ജില്ലയിലെ പ്രശ്നങ്ങൾക്ക് മുഴുവൻ കാരണം. അവരുടെ ജില്ലാ കമ്മിറ്റി ചർച്ച അതായിരുന്നു, പ്രധാനപ്പെട്ട ചർച്ച അതായിരുന്നു. പിണറായി വിജയനെതിരായിട്ടുള്ള ചർച്ചയാണ് അവിടെ നടന്നത്. അപ്പൊ എന്ന് വെച്ചാൽ പിണറായി വിജയന് എല്ലാ തരത്തിൽപ്പെട്ട പ്രശ്നങ്ങളിലും അദ്ദേഹം ഭാഗഭാക്കാണ്. അഴിമതിയിൽ അദ്ദേഹത്തിന്റെ പങ്കുണ്ട്. ഇപ്പത്തെ പറഞ്ഞില്ല, അദ്ദേഹത്തിന്റെ മകളുടെ സ്ഥാപനം ഏതാ? എക്സാലോജിക്ക്. എന്ത് കമ്പനി? ഒരു തട്ടിക്കൂട്ട് കമ്പനി അല്ലേ അത്? ഒരു തരിയുടെ കമ്പനി അല്ലേ അത്? ഈ പറയുന്ന തരിയുടെ കമ്പനിയുടെ ഒരു വർഷത്തിൽ 1,70,02 ലക്ഷം കണ്ട വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്, CMFR നിന്ന് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വാങ്ങിച്ചുകൊണ്ടിരിക്കാൻ പാകത്തിന് ഇവർക്ക് എന്ത് അഡ്വൈസ് കൊടുക്കാൻ ഈ സ്ത്രീക്ക് അറിയാവുന്നത്? പിണറായി വിജയന്റെ മകള് വീണയ്ക്ക് എന്താ അഡ്വൈസ്? ആകെ അഡ്വൈസ് കൊടുക്കാൻ ഒരാൾക്ക് അഡ്വൈസ് കൊടുക്കാൻ അറിയാം. ആ അഡ്വൈസ് കൊടുക്കുന്ന ആളാണ് മറ്റേ ബേപ്പൂരിൽ നിന്ന് ജയിച്ചിട്ടുള്ള MLA. അല്ലാതെ വേറെ ആൾക്കും അഡ്വൈസ് കൊടുക്കുന്ന ഒരു പ്രവർത്തനം ഈ സ്ത്രീക്ക് പരിചയമുണ്ടെന്ന് തോന്നണില്ല. മറിച്ച് അവരെ സംബന്ധിച്ചൊക്കെ സാധിക്കുന്നത് വലിയ തുകകൾ. അതായത് ഇവരെല്ലാവരും വരുന്നത് പിണറായി വിജയന്റെ ബിനാമികളാണ്. ഇതൊക്കെ പിണറായി വിജയൻ മുഖ്യമന്ത്രിക്ക് നേരിട്ട് കാശ് വാങ്ങിക്കാൻ പറ്റില്ല, എന്നാൽ പിന്നെ വേറെ വളഞ്ഞ വഴി കൂടി വേറെ ആളെ വഴിക്ക് കൊടുക്കട്ടെ. അങ്ങനെ എത്ര കമ്പനികളാണ്? 10-12 കമ്പനികളാ എക്സൈലോയ്ക്കിന് പ്രതിമാസം പണം കൊടുത്തുകൊണ്ടിരുന്നത്. ഒരു കമ്പനിയൊന്നുമല്ല. അവരൊക്കെ പണം കൊടുക്കാൻ കാരണം കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് കൊടുത്തിരുന്ന പണമാണത്. ഇത് അഴിമതിയാണ് ഈ സംഗതി. ഇതെല്ലാരും പറഞ്ഞല്ലോ നേരത്തെ തന്നെ. അങ്ങനെ അഴിമതിയാണ്. അതിന്റെ വ്യക്തമായിട്ടുള്ള രേഖകൾ ഉണ്ടാവുന്ന കണ്ട സമയത്താണ് ഒരേ സമയത്ത് 12 സ്ഥലങ്ങൾ റെയ്ഡ് നടത്തി. ആ റെയ്ഡിന് ഇവർക്ക് അംഗീകരിക്കാൻ പറ്റില്ല. ഒരു തരത്തിലുള്ള റെയ്ഡ് ഇവർക്ക് അംഗീകരിക്കാൻ പറ്റില്ല. കാരണം ഇവർക്ക് സാമാന്യേന ബുദ്ധി കുറവാണ്.
അതിന്റെ പേരിൽ റെയ്ഡുകാർക്ക് എടുക്കത്തക്ക രീതിയിൽ എല്ലാ ഡോക്യുമെന്റും ഇവർ അവിടെ തന്നെ ഉണ്ടാക്കി വെക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അവർ റെയ്ഡ് നടത്തും. സ്വാഭാവികമായിട്ട് ആ റെയ്ഡ് നടത്തുന്ന സമയത്ത് ഇവർ പിടിക്കപ്പെട്ടാലേ ഇവർ ശിക്ഷിക്കപ്പെടും. അങ്ങനെ ശിക്ഷിക്കപ്പെടുന്നവർക്ക് ഒരു തരത്തിലും അംഗീകരിക്കാൻ സാധ്യമല്ല. അത് പിണറായി വിജയന്റെ ധാർഷ്ട്യം അങ്ങനെയാണ്. പിണറായി വിജയൻ ജീവിതത്തിന്റെ എല്ലാ ഭാഗത്തും അദ്ദേഹം ധരിക്കുന്നത് അദ്ദേഹം പാർട്ടിയുടെ സെക്രട്ടറിയാണ്, അല്ലെങ്കിൽ ഇപ്പോഴത്തെ പൊളിറ്റ് ബ്യൂറോ മെമ്പറാണ്, അദ്ദേഹം കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നു, ഇന്ന് പ്രതിപക്ഷ നേതാവാണ്, കേരളത്തിലെ ഏറ്റവും വലിയ നേതാവ് അദ്ദേഹമാണെന്ന് അദ്ദേഹം ധരിക്കുന്നുണ്ട്. ആ ധാരണ കൊണ്ട് താൻ ചെയ്യുന്ന എല്ലാ നികൃഷ്ട പ്രവർത്തനങ്ങളെയും പൊതുസമൂഹം അംഗീകരിക്കണമെന്ന് അദ്ദേഹം വാശി പിടിക്കുകയാണ്. ഇതിന് വെറും വാശിയാണ്. ഈ വാശി ജനങ്ങൾ തീർത്തു കൊടുക്കണം. എന്റെ അഭിപ്രായം അതാണ്. ഈ തരത്തിൽ വാശി രാഷ്ട്രീയ നേതാവിന് ഒരു കാരണവശാലും ഭൂഷണമല്ല. ഇപ്പൊ ഞാൻ പെട്ടെന്ന് ഇപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ നോക്കിയപ്പോഴേ ഇപ്പൊ സഖാക്കളൊക്കെ കുറിച്ചിരിക്കുന്ന ഒരു സംഗതി എന്താന്ന് വെച്ചാൽ പുണ്യാളൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്നാണ്. അതായത് ഒരു വളരെ മോശപ്പെട്ടിട്ടുള്ള ഒരാൾക്ക് പുണ്യാളന്റെ പരിവേഷമാണ് നൽകുന്നത്. പുണ്യാളൻ ഉയർത്തെഴുന്നേറ്റു. അല്ല, പുണ്യാളൻ എന്ന് പറഞ്ഞത് ചരിത്രത്തിൽ ഏത് പുണ്യാളനെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നത്? ജീസസ് മാത്രമാണ്. അപ്പൊ ജീസസിനോടാണ് ഇവര് പിണറായി വിജയനെ തുലനം ചെയ്യുന്നത്. ആ ജീസസിനോട് ഇവര് പിണറായി വിജയനെ തുലനം ചെയ്യുന്നത് കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തെ അപമാനിക്കുന്നതിന് തുല്യമാണ്. കാരണം ജീസസ് എവിടെ കിടക്കുന്നു? ഈ പറയുന്ന ആ പദപ്രയോഗം മലയാളത്തിൽ നടത്തുന്നില്ല. അത്രയ്ക്ക് ഏഭ്യത്വം നിറഞ്ഞിരിക്കുന്ന ഒരാളാണ് കേരളത്തിന്റെ പിണറായി വിജയൻ. ഈ പറയുന്ന ആള് നടത്തുന്ന സമയം ഇത് എന്താ പറയാ, ലോകത്തിലെ ഏറ്റവും വലിയ ലോക സമാധാനത്തിന് വേണ്ടിയിട്ട്, ലോക ജനതയ്ക്ക് വേണ്ടിയിട്ട് സ്വന്തം ജീവിതം പോലും തൃണവൽഗണിച്ചിട്ടുള്ള മഹാനായിരിക്കുന്ന യേശു ക്രിസ്തുവിനാണ് ഇത്തരം ആളുകളുടെ താരതമ്യപ്പെടുത്തുക. ഒരു സാമാന്യ മര്യാദ വേണ്ടേ? ഇത് കമ്മ്യൂണിസ്റ്റുകാർക്ക് ചെയ്യാം. കാരണം അവന് വിവരമൊന്നുമില്ല. ഒരു വിവരവും ഇല്ലാത്തതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എന്ത് മണ്ടത്തരം വേണമെങ്കിലും വിളിച്ചു പറയാനുള്ള അധികാരമുണ്ട്. അതിനകത്ത് കുറെ ആളുകളൊക്കെ ഇതൊക്കെ ചാവേറുകളാ. ഈ ചാവേറുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അവർ പലരെയും ന്യായീകരിച്ചുകൊണ്ടിരിക്കും. അത് പുതിയ നറേറ്റീവ്സ് അവർ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഈ പറയുന്ന നറേറ്റീവ്സ് വിശ്വസിക്കാൻ ഭാഗത്തിന് കുറെ ആളുകൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്തുണ്ട്. അവർ വിശ്വസിക്കുന്നല്ലാതെ കണ്ട് പൊതുസമൂഹം ഒരു കാരണവശാലും ഇത്തരം നറേറ്റീവ്സിന് വിശ്വസിക്കുന്ന പ്രശ്നം വരുന്നില്ല. ഇത് കാപട്യമാണ്, ഇത് കളവാണ്, ലോകനീതിക്ക് നിരക്കുന്നതല്ല, ജനാധിപത്യ വിരുദ്ധമാണ്. പിണറായി വിജയന്റെ നടപടികൾ മൊത്തം ജനാധിപത്യ വിരുദ്ധമാണ്. ഇപ്പം തെരുവിലിപ്പോ നടന്നത് എന്താണ്? കാറിന്റെ ചില്ല് പൊട്ടിക്കുക, കല്ലെടുത്തെറിയുക, ഗ്ലാസ് എറിഞ്ഞു പൊട്ടിക്കുക, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് നടന്നത്. അതെ, അത് ചെയ്യുമ്പോൾ കിട്ടുന്നൊരു ഗുണമുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക്. ഇതിനകത്ത് ഏറ്റവും നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു വസ്തുത, കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരായിരിക്കുന്ന പിണറായി വിജയന്റെയോ കോടിയേരി ബാലകൃഷ്ണന്റെയോ ഗോവിന്ദൻ മാഷിന്റെ ആരെങ്കിലുമൊക്കെ മക്കളെ കേസിൽ ഉണ്ടായിട്ടുണ്ടോ? ആരും ഉണ്ടായിട്ടില്ല. അവർക്ക് വിദേശ രാജ്യങ്ങളിലാണ് ജോലി ചെയ്യുന്നത്. അപ്പൊ ഈ പറയുന്ന സഖാക്കന്മാർക്ക് ആയിട്ടുള്ള ആളുകൾ കുട്ടികളെ ചെറുപ്പക്കാരാണെന്നുണ്ടെങ്കിലേ ഇവനൊക്കെ ഇതിന് പിന്നിൽ 5 കൊല്ലം കേസിലായി. ഇനിയിപ്പോ ഇവനൊന്നും ഒരു കോടതി പോലീസ് നടപടി കൊണ്ട് ഇവന് വിസ പോലും ഇവന് കിട്ടില്ല, ഇവന് പാസ്പോർട്ട് കിട്ടില്ല. ഏറ്റവും വലിയ എന്തുകൊണ്ട് ചെറുപ്പക്കാർ കേരളത്തിൽ സമരത്തിന് വരാത്തതിന്റെ കാരണം എന്താ? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൂടെ ഒരു സമരത്തിന് വന്നാൽ അവനെ കേസിൽപ്പെടുത്തും. ആ കേസിൽപ്പെടുത്തിയാൽ പിന്നെ ഇവന് പാസ്പോർട്ട് പുതുക്കാൻ സാധ്യമല്ല, ഇവന് വിസ കിട്ടില്ല, ഇവന് വിദേശ രാജ്യങ്ങളിൽ പഠിക്കാനോ ജോലിക്കോ പോകാൻ വേണ്ടി സാധ്യമല്ല. അങ്ങനെ കുടുക്കിക്കളയുന്നതാണ് സത്യത്തില്. ഞാൻ വേറെ എക്സാമ്പിൾ പറയാലോ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പഴയ കാലത്ത് കൂത്തുപറമ്പില് എം വി രാഘവൻ തടയാൻ വേണ്ടി പോയി. ആ സമയത്ത് ഒരാൾ അവിടെ കിടപ്പിലായി പോയി. 6-ാമത്തെ ആൾ, 5 പേര് മരിച്ചുപോയി. 6-ാമത്തെ ആള്, മറ്റുള്ള പേര് പുഷ്പൻ എന്നാണ്. ആ പുഷ്പനെ കുറിച്ച് ഒരു പാട്ടുണ്ടാക്കി. പുഷ്പനെ അറിയാമോ, ഞങ്ങളുടെ സഖാവ് പുഷ്പനെ അറിയാമോ എന്നൊക്കെ പറഞ്ഞൊരു പാട്ട് പാടിയത്. ഈ പുഷ്പൻ എങ്ങനെ കേസിൽ പ്രതിയായത്? ഈ പുഷ്പൻ എങ്ങനെ അവിടെ വീണത്? എങ്ങനെയാണ്? പുഷ്പൻ എവിടെയാണ് ജോലി ചെയ്തിരുന്നത്? പുഷ്പൻ എല്ലാ ദിവസവും പാർട്ടി വർക്കിൽ ഉണ്ടായിരുന്ന ആളാണോ? പുഷ്പൻ ആഴ്ചയിൽ ഒരു ദിവസം മാത്രമല്ലേ നാട്ടിൽ വരിക? അങ്ങനെ വരുന്ന പുഷ്പനെ വിളിച്ചു കൊണ്ടുവന്ന് സമരാങ്കണത്തിലേക്ക് എത്തിച്ചതിന് ശേഷം അയാളുടെ പുറകിൽ വെടിയേറ്റ് അയാളെ കിടത്തിച്ച് ഈ ദുർബലപ്പെട്ട അവസ്ഥയിലേക്ക് എത്തിച്ചത് അത് പിണറായി വിജയനും കൂട്ടരും പരിപാടിയാണത്. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പരിപാടിയാണ്. അത് ജയരാജന്മാരുടെ പരിപാടിയാണത്. അങ്ങനെ ചെയ്തതിന്റെ പേരിലാണത് ആ പറയുന്ന പുഷ്പൻ കിടന്നത്. അതുകൊണ്ട് പിന്നെ പുഷ്പൻ എന്ന് കിടന്ന പുഷ്പൻ ഉണ്ടല്ലോ, ഇത്ര വർഷങ്ങളായിട്ട് ഒരാളെ പോലും കാണിച്ചിട്ടില്ല. ആരെങ്കിലൊക്കെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ പറയും പുഷ്പനെ കാണാൻ പറ്റൂല. മറിച്ച് അവിടെയുള്ള ഒരു 5-6 കുട്ടികളെ അവിടെ പണം കൊടുത്ത് നിർത്തിയിട്ടുണ്ട്. ആ കുട്ടികളെ കൊണ്ട് പാട്ടുപാടും. ആ പാട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ പാട്ട്, പുഷ്പനെ അറിയാമോ, ഞങ്ങളുടെ പുഷ്പനെ അറിയാമോ. മുഖ്യമന്ത്രിയുടെ മക്കള് വലിയ ഉന്നതങ്ങളിലാണുള്ളത്. ഇപ്പൊ വീണയായിക്കോട്ടെ, വിനീത് ആയിക്കോട്ടെ, ഈ ചില്ലറിയുന്ന ആളുകളുണ്ടല്ലോ, ഇവരത് തിരിച്ചറിയുന്നില്ല. അല്ല, അതിന്റെ ആവശ്യമില്ല. കാരണം ഇത് ഈ പറയുന്നത് ചാവേറുകളുടെ പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഈ ചാവേറുകളിൽ സാധാരണ ഉള്ളത് ഈ ചില ആളുകൾ മരിക്കാൻ വേണ്ടി മാത്രം ജനിക്കുന്ന ആളുകളാണ്. ആ ഗണത്തിൽപ്പെട്ടവരായി പറയുന്ന സമരത്തിന് പോകുന്നവര്. ഈ സമരത്തിന് പോകുന്ന ആളുകളൊക്കെ പറഞ്ഞാൽ ഇവരെയൊക്കെ എവിടെ പഠിക്കുക? എറണാകുളത്താണ് മഹാരാജാസ് കോളേജ് ചേർന്നിട്ട് പഠിക്കും. എന്തിനാ മഹാരാജാസ് കോളേജിൽ നിന്ന് പഠിക്കുന്നത്? എന്താ ഇവരെ പണി?
അവിടെ പ്രിൻസിപ്പളിന്റെ കസര കത്തിക്കുക, അല്ലെങ്കിൽ അവരെ ശവമാടം ഒരുക്കുക, ഈ തരത്തിൽപ്പെട്ട അല്ലെങ്കിൽ അഭിമന്യുവിനെ പോലുള്ള കുട്ടികളെ കൊണ്ടുവരിക, എന്നിട്ട് അവരെ അവിടെ വെച്ചിട്ട് കൊല്ലാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുക. ഈ തരം വരുന്ന പരിപാടികളാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വിദ്യാർത്ഥി വിഭാഗത്തിന്റെ പേരിൽ നടക്കുന്ന ചാവേറുകളുടെ പ്രധാനപ്പെട്ട പരിപാടിയാണ്. ഇത് മറ്റവർക്ക് തിരിച്ചറിയാം, ഇത് വീണ വിജയന് തിരിച്ചറിയാം, ഇത് അവരുടെ മകന് തിരിച്ചറിയാം, ഇത് ബിനോയ് വിശ്വത്തിന്റെ മക്കൾക്കറിയാം, ഇത് കോടിയേരി ബാലകൃഷ്ണന്റെ മക്കൾക്കറിയാം, ഈ വിവരത്തെക്കുറിച്ച് ഗോവിന്ദമാഷിന്റെ മക്കൾക്കറിയാം, ബേബിയുടെ മക്കൾക്ക് ഇതറിയാം. അപ്പൊ അതുകൊണ്ട് അവരാരും ഇവിടെ പഠിക്കില്ല. അവര് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത്തരം വൃത്തികേടുകൾ കാണിക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് ചാവേറുകൾ ആവശ്യമുണ്ട്. ഈ പറയുന്ന ചാവേറുകളോട് പറയാണ്, നിങ്ങൾ ഇതിൽ നിന്ന് അതിജീവിച്ചാൽ, അത് കണ്ടീഷണബിളാണ്, നിങ്ങൾ അതിജീവിച്ചാൽ നിങ്ങൾക്ക് വലിയൊരു മോക്ഷമുണ്ട്, നിങ്ങൾക്ക് വലിയ സ്ഥാനം കിട്ടും. അതിജീവിച്ചില്ലെങ്കിലോ നിങ്ങളുടെ ജീവിതം പോവും. അപ്പൊ അങ്ങനെ ജീവിതം സ്വജീവിതം കളഞ്ഞുകൊണ്ട് തന്നെ, ഒരു പറ്റ കളയെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ ചില ആളുകളെ കണ്ടെത്തുന്ന കാര്യത്തിലാണ് ഇവരുടെ വിജയം സ്ഥിതി ചെയ്യുന്നത്. അതിന് നേതാക്കന്മാരുടെ മക്കൾ വിടൂല. ഒരു നേതാവിന്റെ മകനും ഒരു സമരത്തിലും പങ്കെടുത്തതിന്റെ ഒരു ചരിത്രവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചില്ല. അതിന് കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആദ്യം മക്കളെ മുഴുവൻ വിദേശത്തേക്കാണ് അയക്കുന്നത്. അവൻ അവിടേക്ക് പോയി എന്ന് ഉറപ്പിച്ചു കഴിഞ്ഞാലാണ് ബേബിയുടെ സമരത്തിന് ആഹ്വാനം ചെയ്യാം. അവൻ ഏതെങ്കിലും കാരണവശാൽ ഇന്ത്യയിൽ ഉണ്ടെങ്കിൽ MAVV സമരത്തിന് ആഹ്വാനം ചെയ്യില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇത്തരത്തിലുള്ള പ്രവർത്തകരുണ്ടല്ലോ, ഇവരെയൊക്കെ കാര്യം ശരിക്കും ഇവരോട് പാവം തോന്നുക ചെയ്യുന്നത്. കാരണം ഇവര് വഞ്ചിക്കപ്പെടുകയാണെന്ന് തിരിച്ചറിയുന്നില്ല. അല്ല, ഇതൊക്കെ ചാവേറുകളാന്നേ. ഈ ചാവേറുകൾക്ക് എന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ബിരിയാണി വാങ്ങിച്ചു കൊടുക്കും, ഇടയ്ക്കിടയ്ക്ക് മൊബൈൽ ഫോൺ വേറെ മാറ്റി മേടിച്ചു കൊടുക്കും, അവർക്ക് നല്ല ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കും, അവർക്ക് ഇടാൻ വേണ്ടി നല്ല വസ്ത്രം വാങ്ങിച്ചു കൊടുക്കും. ഇതൊക്കെ ചാവേറുകൾക്ക് ആവശ്യമുള്ളൂ. അത് അവസാനം ഇവര് കിടന്ന് പിടഞ്ഞു വീണ് മരിക്കുന്നു. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടല്ലോ, അവരെ മറ്റേ ഇതിന് പിടിച്ച് കുലുക്കുന്നു, അവിടെ 4-5 പേര് അതിന് മുകളിൽ കയറി നിൽക്കുന്നു. ആ സമയത്ത് ജലപീരങ്കി അവിടുന്ന് വെള്ളം ചീറ്റിക്കുന്നു. ആ വെള്ളത്തിൽ ഇവരൊക്കെ നനഞ്ഞു വീഴുന്നു. അത് സാധാരണ ബുദ്ധിയുള്ളവരൊക്കെയാണെങ്കിൽ ഓടിപ്പോയിട്ട് അവൻ രക്ഷപ്പെടുകയും ചെയ്യും. കമ്മ്യൂണിസ്റ്റുകാർ ബുദ്ധി സാമാന്യന് കുറവാണ്. അതുകൊണ്ട് അവനെ തല്ലിക്കൊല്ലാൻ വേണ്ടി വളരെ എളുപ്പമാണ്. അങ്ങനെ തല്ലിക്കൊല്ലാൻ വേണ്ടിയിട്ട് സ്വന്തം പാർട്ടി അണികളെ വിട്ടുകൊടുക്കുന്ന പ്രസ്ഥാനത്തിന്റെ പേരാണ് കമ്മ്യൂണിസം. അല്ല, ദേശാഭിമാനി മാത്രം വായിക്കുകയാണെങ്കിൽ എങ്ങനെയാണ് ബുദ്ധി വളർച്ച ഉണ്ടാവുക? അല്ല, സ്വതവേ ബുദ്ധിക്ക് വളർച്ച ഈ കമ്മ്യൂണിസ്റ്റ് ആവില്ലല്ലോ. പഴയ കാലത്ത് ബെർണാഡ് ഷാ എന്ന് പറഞ്ഞതിന്റെ ഓർമ്മ, 25 വയസ്സിന് മുമ്പ് കമ്മ്യൂണിസ്റ്റ് ആകുന്ന ആളുകൾ ആകണം എന്നാണ് അദ്ദേഹം പറയുക. പക്ഷെ 25 വയസ്സ് കഴിഞ്ഞിട്ട് കമ്മ്യൂണിസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ പിന്നെ അവനെന്തോ കാര്യമായിട്ട് തരാറുണ്ടെന്നാ പറയുക. അങ്ങനെ ഈ ആർഷോ എന്തോ കാര്യമായിട്ട് തരാറില്ലേ? SFIയുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ DYFIയുടെ യുവജന നേതാവായിരിക്കുന്ന ആർഷോ തുടങ്ങിയിരിക്കുന്ന ആളുകളൊക്കെ ഈ തരത്തിൽ സമചിത്തത നഷ്ടപ്പെട്ട ആളുകളാണെന്ന് എനിക്ക് പറയേണ്ടി വരും. കാരണം ഈ പറയുന്ന ബൗദ്ധികമായിട്ടുള്ള നിലവാരമുള്ളവരാരും ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അവശേഷിക്കുന്നില്ല. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്നിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്വന്തം മക്കളുടെ രക്ഷ അത് കരുതുന്ന ഒരു നേതൃത്വത്തിന് വേണ്ടിയിട്ട് പാർട്ടിയെ പണയപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്ന വസ്തുത.